കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരു BJPയുടെ MP ജയിച്ച് കയറുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം നോക്കിക്കണ്ടത്. പക്ഷേ ഇപ്പോൾ ഒരു സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിടുവായത്വം, കയ്യിലിരിപ്പ്, അഹങ്കാരം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അത് കേരളത്തിലെ BJPക്കും രാഷ്ട്രീയത്തിനും മാത്രമല്ല, മോദി മന്ത്രിസഭയ്ക്ക് ഇദ്ദേഹം ഒരു ബാധ്യതയായിട്ട് മാറുകയാണ്. അപ്പം ആ വാക്ക് ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാധ്യതയാണ് ഇയാൾക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അറിയത്തില്ലേ? ഇപ്പം ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, മുകേഷിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ഒറ്റ ആൻസറിൽ തീർക്കാം. അതിനെപ്പറ്റി എൻക്വയറിയും അന്വേഷണവും നടക്കട്ടെ, ഒറ്റ ആൻസറിൽ തീർന്നു. ഇയാൾ കയറി ചൂടായി മുകേഷ് രാജിവെക്കണ്ട. മുകേഷിനെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻസ് നോക്കുക. അതായത് പ്രോപ്പറായിട്ട് അതിക്രൂരമായ സെക്ഷൽ അസാൾട്ടാണ്. അതാണ് വന്നിരിക്കുന്നത്. അത് ഒരാളല്ല, പല ആൾക്കാരാണ്, പല സ്ത്രീകളാണ് പറഞ്ഞിരിക്കുന്നത്. അതും പലയിടത്തും വെച്ചു. മുകേഷിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഏറ്റവും മോശമായ ക്യാരക്ടറാണ്. അത് സുരേഷ് ഗോപിക്ക് അറിയാം. രണ്ടുപേരും കൊല്ലത്തുകാരാണ്. ഇപ്പം എന്തിനാണ് ആരോപണം മാത്രമല്ല, എല്ലാവരും വളരെ പ്രോപ്പറായിട്ട് തെളിവുൾപ്പെടെയാണ് പറയുന്നത്. കമ്മിറ്റിയുടെ മുമ്പ് പോവാം, എൻക്വയറി കമ്മീഷനിൽ പോകാം, പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ പോകാം. ഇവിടെ പിണറായി സർക്കാർ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലായി. അവിടെ ഒരു കേന്ദ്രമന്ത്രി, അതിനേക്കാളുപരി അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് തൃശ്ശൂർ, അപ്പം ഇയാൾക്ക് ശരിക്കും ബോധമൊന്നുമില്ല. എന്താണ് ഈ കേന്ദ്രമന്ത്രി, എന്താണ് ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? അതായത് എനിക്ക് തോന്നുന്നു മോദി മന്ത്രിസഭയ്ക്കും നരേന്ദ്രമോദിക്കും പറ്റിയ അബദ്ധമാണ് ഇയാളെ പോലൊരാളെ ഇങ്ങനെ വളരെയധികം വില കൊടുത്ത് തന്നെയാണ് BJP ഇയാളെ തൃശ്ശൂർ ജയിപ്പിച്ചിരിക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ അസംബ്ലി ഇലക്ഷനാണ്. ഇത് പൂർണ്ണമായിട്ട് ഇയാളെ കുളവാക്കുക. അതിനേക്കാളുപരി BJP നേതൃത്വം പറഞ്ഞിട്ട് ഇയാളെ കൊണ്ട് ഇയാൾക്ക് സുരേഷ് ഗോപിക്ക് സിനിമ അഭിനയമൊക്കെയാണ് ഇഷ്ടം, അങ്ങോട്ടങ്ങ് പറഞ്ഞു വിടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, വേറൊരു കേരളത്തിലെ റെപ്രസെൻറ്റേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം BJP കാഴ്ചവെക്കേണ്ടത്. കാരണം ഇദ്ദേഹത്തെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. അദ്ദേഹത്തിന് 22 സിനിമ അഭിനയിച്ചോട്ടെ. പക്ഷെ അതിനേക്കാളുപരി സത്യപ്രതിജ്ഞ ചെയ്ത കേന്ദ്രത്തിലെ ഒരു 3ഓളം പോർട്ട്ഫോളിയോ ഉള്ള ഒരു സഹമന്ത്രിയാണ്. ഇപ്പം ചില വാർത്തകളൊക്കെ കണ്ടു, ഇദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റാണ് പ്രതീക്ഷിച്ചത്. ആലോചിച്ച ഈ മണ്ടൻ മരപ്പൊട്ടനെ ക്യാബിനറ്റിലൊക്കെ വന്നുള്ള സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഞാനും ലിറ്ററലി റിഗ്രറ്റ് ചെയ്യുന്നു സുരേഷ് ഗോപിയെ തൃശ്ശൂർ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ. കാരണം ഇങ്ങനൊരു സാധനമാണ്. യഥാർത്ഥ സ്വഭാവം ഓരോ ദിവസം കഴിയുമ്പോൾ കണ്ടു. ഒരു കേന്ദ്രമന്ത്രിയാണെങ്കിലും ഒരു MP ആണെങ്കിലും പെരുമാറേണ്ട ഒരു പ്രോട്ടോക്കോളുണ്ട്. ഇപ്പം ബേസിക്കലി ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫീൽഡാണ്, സമ്മതിച്ചു. അദ്ദേഹം ഒരു ആക്ടറാണ്, അത് സമ്മതിച്ചു. പക്ഷേ കേന്ദ്രമന്ത്രിയുടെ റോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ സിനിമയെ ആക്ടർ എന്ന് പറഞ്ഞ സംഭവത്തിലോട്ട് പോകുന്നത്. അതെങ്കിലും ബോധപ്പെടുത്തുവാൻ കേരളത്തിലെ BJP നേതൃത്വത്തിന് കഴിയുന്നില്ല. ഇദ്ദേഹത്തിന് ആരാണ് പ്രോപ്പറായിട്ട് പൊളിറ്റിക്കൽ ക്ലാസും രാഷ്ട്രീയം എന്താണ്, ഇതെങ്ങനെയാണ് പറയേണ്ടത്, അതുപോലും പറഞ്ഞു കൊടുക്കാൻ കേരളത്തിലെ BJP നേതാക്കൾക്ക് കഴിയുന്നില്ല. സോ സാഡ്. എനിക്ക് തോന്നുന്നു കേന്ദ്ര നേതൃത്വം വളരെ പാടുപെട്ട് വിജയിപ്പിച്ച ഇയാൾ ഒരു വലിയ ബാധ്യത എല്ലായിടത്തും ആകാൻ പോവുകയാണ്. കാരണം ഇയാൾക്കൊരു കുന്തും അറിയത്തൊന്നുമില്ല. ഇയാൾ ഈ പറയുന്നതെല്ലാം പൊട്ടത്തരവും മണ്ടത്തരവുമാണ്. ഇനി ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വകുപ്പിൻ്റെ അകത്ത് എന്തു കുന്തമാണ് ചെയ്യുന്നത് അതിനെപ്പോലും വലിയ ധാരണയൊന്നുമില്ല. അതായത് വീണ്ടും ആവർത്തിക്കുന്നു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഞാൻ കാണുന്ന കേരളത്തിൻ്റെ സിനിമയുടെ നല്ല കാലം വരുന്നു. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പം അമ്മയിലുള്ള എല്ലാവരും കൂടി രാജിവെക്കുന്നു. അതായത് ഇവിടെയുള്ള സ്ത്രീകൾക്ക് ധൈര്യം കിട്ടി. അതായത് പുറത്ത് വന്ന് പറയുവാനുള്ള ധൈര്യം.
ഞാനാണ്, എൻ്റെ മുഖമൊന്നും മറയ്ക്കേണ്ട, ഞാൻ പറയുന്നു ഇന്നയാളാണ്, ഇന്നടത്ത് വെച്ച് എന്നെ ഇന്ന സോ അസോൾട്ട് ചെയ്തു. അതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇത് കേരളത്തിലെ മലയാളികൾക്കും, കാരണം സെക്ഷൽ ഫ്രസ്ട്രേഷനോ അരാജകത്വം ബാധിച്ച മലയാളികൾക്കൊക്കെ ഒരു താക്കീത് തന്നെയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ സ്ത്രീകൾക്കിത് പറയാൻ മടിയില്ല. അതായത് പുറത്ത് പറയും, എല്ലാവരും വരണ്ടേ സംഭവം. ഈ സിനിമാ വ്യവസായം എന്ന് പറഞ്ഞ ആ വ്യവസായത്തിൽ ഇത്രയും മോശമായ രീതിയിൽ ഇതിനെ കൊണ്ടുപോയിട്ട് ഇത്രയും നാളും മിണ്ടാതിരുന്ന എല്ലാവരും പലപ്പോഴും പലത് വന്ന് അതിനെയൊക്കെ അടിച്ചൊതുക്കി കളഞ്ഞു. ഈ അമ്മയെന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ അകത്ത് 95% പക്ക മാഫിയകളാണ്. ഇപ്പം തിലകൻ്റെ തന്നെ കാര്യം എടുക്കാം. ഇവരെല്ലാം ഇഷ്യൂ പറയുമ്പോൾ തിലകൻ്റെ ഇഷ്യൂ മാത്രം ഒന്ന് എടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി, സംഭവങ്ങളെല്ലാം പിടികിട്ടും. പല സ്ത്രീകളും പല നടിമാരും ഓരോരുത്തരായിട്ട് പറയുമ്പോഴും അതിനെല്ലാം നിശബ്ദമായിട്ട് നോക്കിയെന്ന ഒരു മാഫിയ ഗ്രൂപ്പ് അമ്മ ആ സാധനത്തെ പിരിച്ചു വിട്ടേക്കണം. അപ്പം അതിൻ്റെ ഭാഗത്തോട്ട് ചേർന്ന് നിന്ന്, അതായത് ഇന്ത്യ ഭരിക്കുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പറായ സുരേഷ് ഗോപി, അതായത് നിങ്ങൾക്കറിയാം കൽക്കട്ടയിൽ നടക്കുന്ന പ്രശ്നം, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രശ്നം, അതായത് സ്ത്രീത്വം വലിയ സംഭവമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇന്ത്യയിൽ. അങ്ങനൊരു സന്ദർഭത്തിൽ ഉത്തരവാദിത്തമുള്ളൊരു കേന്ദ്രമന്ത്രി MP-യും വളരെ മോശമായിട്ട് വളരെ അരഗൻ്റായിട്ട്, ഇതുപോലെയൊന്നും ആയിരുന്നില്ല ഇലക്ഷൻ സമയത്തൊന്നും സുരേഷ് ഗോപിയുടെ പ്രവർത്തനവും വർത്താനവും ഒക്കെ. അതായത് ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് ഈ മനുഷ്യന്, സംശയമുണ്ട്. ഇദ്ദേഹം ബാധ്യത തന്നെയാണ്. ഇദ്ദേഹത്തെ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തോട്, കാരണം പുള്ളി ഇത് രാജിവെക്കാൻ എപ്പോഴും തയ്യാറാണെന്നാണ്. അദ്ദേഹം സിനിമയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ചത്തുപോകുന്നു തന്നെ പറയുന്നത്. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ സംഭവം, കാരണം ഇയാളെ കൊണ്ട് ഇത് പറ്റത്തൊന്നുമില്ല. കാരണം ഇയാൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണവും ബോധവും ഇല്ല. ഇയാൾ വേറെ ഏതോ സിനിമാ ലോകത്ത് ജീവിക്കുന്നൊരു, ഫാൻറ്റസി ലോകത്ത് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി എന്താണ്, പ്രോട്ടോകോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, എങ്ങനെയാണ് ജനങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുക, അതുപോലും അറിയത്തില്ല. ഇതൊക്കെ നമുക്കെല്ലാം ഇയാൾക്ക് രാഷ്ട്രീയം അറിയത്തില്ല. പക്ഷെ 10 വർഷം ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നിൽക്കുന്നു, BJP രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിൽക്കുന്നു, ഇയാളൊരു കുന്തവും പഠിച്ചിട്ടില്ല. മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നത് തന്നെയാണ് കേരളത്തിലെ കേന്ദ്ര BJPക്കും ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിയേ മതിയാവും.